അറിയില്ല ഒന്നും അറിയില്ല ഹെൽത്തൊന്നും കണ്ട ഇത് മാറ്റി എനിക്ക് ചിക്കൻ നശിപ്പിക്കുന്നില്ല കാര്യം തീരുമാനമായി ഇല്ല. ഹൈസ മനങ്ങാതിരിക്ക്. 1 2 3 സ്റ്റാർട്ട്. ഹായ് ഗായ്സ്, നമ്മള് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവനെ ഒറ്റക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും പോയി ഇപ്പം നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് തുടങ്ങാല്ലേ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊരു ടൈം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പം സമയമില്ല, പക്ഷെ സമയം ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്തേ പറ്റും. ഐസോൻ ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ബിസി. ഐസോനെ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ ഐസോനുള്ള ബുക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായത്. ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് തീർത്ത പരിപാടിയല്ലേനും കുറേ ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. ഫസ്റ്റ് ഡേ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബുക്കൊക്കെ വന്നിട്ടുണ്ട്, വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇതാ ബുക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ ബെൽറ്റ്, ഷോക്സ് അങ്ങനെ വന്നതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഐസോനെ യൂണിഫോമിനുള്ള അളവും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. 10 മണിയൊക്കെ ആയപ്പോൾ എത്താനേനും പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് ടൈം ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ഉണ്ടായിട്ടില്ല. അപ്പം നേരെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി എന്നൊന്നും ഇതിന് പറയാൻ പറ്റൂല. അപ്പോൾ ബിരിയാണി പോലെ അങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അങ്ങനെ വീട്ടിൽ പോയിട്ട് രാത്രിയായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായി. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രാത്രി ഇറങ്ങിയിട്ടായിരിക്കും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക. അപ്പം ഇന്ന് രാത്രി ഇപ്പം ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിൻ്റെ അവസ്ഥ കണ്ടില്ലേ, വളരെ ദയനീയമായിട്ടുണ്ട്. കാര്യം എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഹൈറ്റിൽ നിന്ന് വീണതാണ്. ബാക്ക് ബോർഡാണ് പൊട്ടിയത് കേട്ടോ. ഫുള്ള് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കി പറ്റുമല്ലോ. അപ്പം മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറഞ്ഞ ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാർ എടുത്ത് പോകുന്നതാണ് സൗകര്യം, പറഞ്ഞിട്ട് കാര്യമില്ല. പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നും തീരെ കിട്ടൂല. ഇതും കൂടി ആയതുകൊണ്ട് വമ്പൻ തിരക്കാന്ന് കേട്ടോ ടൗണിൽ. രാത്രിയിൽ ഈ ബൈക്കിൽ യാത്ര ചെയ്താൽ കിട്ടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടൂലല്ലോ. അപ്പൊ കുറച്ച് മഴയൊക്കെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്ന സാധനം വാങ്ങണം എന്ന് ഉദ്ദേശിച്ചിറങ്ങിയതൊന്നും അല്ല. അപ്പം ഡിസ്പ്ലേ കണ്ടിട്ട് ഏതെങ്കിലും സാധനങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാന്നൊക്കെയാണ് കേട്ടോ നമ്മളെ പ്ലാൻ. പൊതുവിലെ ഡിസ്പ്ലേ നോക്കിയിട്ട് കടയിൽ കയറുന്ന ആളാണ് ഞാൻ. ഡിസ്പ്ലേ കണ്ടിട്ടാന്ന് പറയാ കടയിൽ സാധനം ഉണ്ട്, കടയിൽ സാധനം ഇല്ല എന്നുള്ളത് ഞാൻ ഡിസ്പ്ലേ കണ്ടിട്ട് എന്താ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് തേജസിനകത്തുള്ള മെറ്ററൻസിൽ കയറിയിട്ടാണ് കേട്ടോ ആദ്യം ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായ. ഇതിന് മുന്നേ ഒരു ദിവസം ഇവിടെ വന്ന ടൈമിൽ ഞാൻ ഇവിടുന്ന് ഒരു ബാഗ് കണ്ട് ഇഷ്ടമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ആ ബാഗ് നോക്കിയപ്പോൾ ബുക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ച് ചെറുതാണെന്ന്. അതുകൊണ്ട് തന്നെ അതിന്റെ നേരെ വലിയ സൈസ് ആണ് ഞാൻ നോക്കിയിട്ടുണ്ടായത്. ഇവിടുന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു ബാഗിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ചെറുതായതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ വേറെ കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇവിടെ നിന്ന് കയറി നോക്കിയെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ എടുക്കണ്ട, നമുക്ക് 2-3 കടയിൽ കയറാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കയറിയിട്ടും എനിക്കൊന്നും തൃപ്തിയായിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ തന്നെ വന്നിട്ട് ആ കണ്ടതിന്റെ കുറച്ച് വലിയ സൈസ് ആണ് ഐസമിന്, എന്നാലും അത് തന്നെ എടുത്തിട്ടുണ്ടായി. അങ്ങനെ ആടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ബോംബെ ബസാറിലേക്കാണ്. എനിക്ക് ഈ ചൈനീസ് ബസാർ, ബോംബെ ബസാർ ഇവിടെയൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. കുറച്ച് ക്ഷമയും പിന്നെ തെരഞ്ഞെടുക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടുന്ന അഫോർഡബിൾ ആയിട്ട് നല്ല അടിപൊളി സാധനം തന്നെ കിട്ടും കേട്ടോ. ഇടുന്ന ഒരു ബോട്ടിലും ഒരു സ്റ്റീലിന്റെ ഒരു ബോട്ടിൽ കേട്ടോ. അപ്പൊ ആ ഒരു ബോട്ടിലും പിന്നെ ഒരു സ്നാക്സ് ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടേനും. ചെറുതായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞാല് ഞാൻ എങ്ങനെ വെച്ചാല് എന്തെടുക്കണ്ടെന്ന് അറിയാണ്ട് ഈ ഓടി നടക്കൂലേ, അതേപോലെ ആയിരിക്കും എനിക്ക് എല്ലാം വേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എന്റെ മുന്നേ ഉള്ള അറിവുള്ളതുകൊണ്ട് ചെത്തക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ എന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള സാധനം മാത്രം എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ എടുത്താൽ ഇന്നത്തെ കാര്യം കട്ടപ്പുകയാണ്. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു ബോട്ടിൽ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ വാട്ടർ ബോട്ടിൽ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇല്ലാന്ന്. ഇവിടെയാണെങ്കിൽ അതിന്റെ ചാകര തന്നെ ഉണ്ടായിരുന്നു. വേറെയും കുറെ ക്യൂട്ടായിട്ടുള്ള നല്ല ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിട്ടാ. പിന്നെ ഐസോനെ ഞാൻ എന്തായാലും സ്റ്റീലിന്റെ ബോട്ടിൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ഐസോൻ ഇതിനെ പറ്റിയൊന്നും അറിയാനുള്ള ഒരു മൈൻഡ് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഓനിക്ക് ഞാൻ ഏതെടുത്താലും കുഴപ്പമില്ലേന് കേട്ടാ. അപ്പം എൻ്റെ ഒക്കെ ടൈമിൽ എനിക്കെല്ലാത്തിനോടും അത് വേണം ഇത് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഓനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കടയിലും 2 കടയിലും തീരുന്ന ഷോപ്പിംഗ് ഒന്നും അല്ലേനും. കുറേ സാധനങ്ങൾ ലിസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓരോ കടയിലായിട്ട് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം കടയിൽ നിന്നും വാങ്ങാതെ തന്നെ ഇറങ്ങിയാട്ടോ ചെയ്തിന്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, അധികമായിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ഗ്രോസറി ഐറ്റംസ് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നിയർ ബൈയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി വാട്ടർ ബോട്ടിലും മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, ടിഫിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇതായി, എന്തായാലും ആടുന്ന് എടുക്കണ്ടായിരുന്നു, ഇവിടുന്ന് എടുത്താൽ മതിയെന്ന്. അത് പിന്നെ അങ്ങനെയാണ് പൊതുവേ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ
ആദ്യം പോയി പെടും, പിന്നെ നോക്കുന്നിടത്തെല്ലാം നല്ല അടിപൊളി ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് എനിക്ക് പൊതുവേ ഉണ്ടാവല്. പിന്നെ ഇവിടെ എത്തിയിട്ടും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിന്. കാര്യമായിട്ട് എനിക്ക് വാങ്ങാനുണ്ടായത് കുറച്ച് കടലാപ്പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. പക്ഷെ അത് കൂടാത്ത വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിന്. കുറച്ച് പുഡിങ്ങൊക്കെ ആക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. ഇതും കൂടി വരുന്നുണ്ട്. ഓപ്പണിങ്ങും പെരുന്നാളും ഒന്നിച്ചായോണ്ടല്ലോ പെരുന്നാളുടെ സാധനം വാങ്ങാൻ പോയത് സ്കൂൾ ഓപ്പണിങ്ങിലേക്ക് വേണ്ട സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായത്. ഇതിപ്പോ നേരെ തിരിച്ച് സ്കൂൾ ഓപ്പണിങ്ങിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ട് പെരുന്നാക്കേക്കുള്ള സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായത്. സംഭവം എന്താ വെച്ചാൽ ജൂൺ 2-നല്ല ഐസൂന് സ്കൂൾ തുറക്കുന്നത് 9-നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 7-ന് പെരുന്നാൾ കഴിഞ്ഞാൽ 9-ന് അതിൻ്റെ തുറന്നിട്ടുണ്ടായി. എന്തായാലും ഷോപ്പിംഗ് ഒക്കെ രണ്ടിന്റെയും ഒന്നിച്ചെന്നാവാം. അങ്ങനെ സാധനമൊക്കെ കൊടുത്ത് ബില്ല് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളിതാ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. ഇതിലെ കൂടെയൊക്കെ നടക്കുന്നത് നമുക്കൊരു മനസ്സുഖമാണല്ലോ. ബാഗ് ഞാൻ പറഞ്ഞല്ല, നമ്മള് ആദ്യം കയറി കടയിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായത്. പക്ഷെ എല്ലാ കടയിലും പിന്നെ കയറിയിട്ട് അവസാനമാണ് കേട്ടോ ആ കടയിൽ തന്നെ പോയിട്ട് എടുത്തിട്ടുണ്ടായി. അതിന്റെ ഇടയിൽ കയറിയ കടയിൽ നിന്നെല്ലാം ഞാൻ ബാഗ് പോയി നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ സാധനമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മള് സ്ഥിരം ലൈം സോഡ കുടിക്കുന്ന ഒരു സ്പോട്ടിൽ പോയിട്ട് ലൈം സോഡയൊക്കെ എത്താക്കിയിട്ടാണ്. സത്യത്തിൽ ഈ ഒരു വോയിസ് ഒക്കെ ഉണ്ടല്ലോ ഒറ്റയിരിപ്പിൽ കൊടുത്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം വരെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് മെല്ലെ ചെയ്തിട്ട് മെല്ലെ അങ്ങ് പോസ്റ്റ് ചെയ്യാം. നമ്മളെ വീട്ടിലെത്തിപ്പാട് തന്നെ വാങ്ങിയ സാധനത്തിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇത് ഇവിടെ കിടന്നു കഴിഞ്ഞാല് നാളെയും മറ്റന്നാളെയൊക്കെ വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ വേഗം തന്നെ വന്ന് കയറിയ പാടെ തന്നെ എല്ലാം ഇങ്ങനെ ഒതുക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഒരു നല്ല സ്വഭാവം തന്നെയല്ലേ ലോകത്തില്ലാത്ത കാട്ടം തികച്ചും നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കില്ല. അങ്ങനെ വെക്കുന്ന ഒരാളാണ് ഞാൻ. കാട്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സംഭവം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ മുതൽ തന്നെ. സാധനം വേറൊന്നുമല്ല, ഒരു മിററാണ്. അതിന്റെ കാര്യത്തിൽ നാളെ ഏതായാലും തീരുമാനത്തിലെത്താന്ന് വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിയതാണ്. പക്ഷെ എന്നെ കൊണ്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പൊ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞ സമയത്തെല്ലാം എനിക്ക് ഒടുക്കത്തെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ എനിക്ക് ഇത് ശരിക്കും സ്റ്റിക്ക് ചെയ്ത് കഴിയുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു സാധനം ഫ്ലോപ്പാന്നുള്ളത് കേട്ടാ. പിന്നെ കാട്ടൻ ഞാൻ പറഞ്ഞില്ലേ എവിടെ കണ്ടാലും എനിക്കത് വാങ്ങിയേ പറ്റൂ. പൈസ കൊടുത്ത് ഇങ്ങനെ കാട്ടാൻ വാങ്ങുന്നുണ്ടപ്പോത്തെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഒന്നിനുമല്ല, എന്റെ ഒരു സമാധാനത്തിന് എനിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മള് ഫൈനലി അതിനൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞവർ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാനത് പീൽ ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ചിരിക്കണ കരയണാന്ന് വരെ അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. വെറുതെ പൈസ കൊടുത്ത് പണി വാങ്ങൽ ഇതെല്ലാം കേട്ടിട്ടല്ലേ ഉള്ളൂ. മൊത്തത്തിൽ ഇതിനൊരു കുളുകുളു എഫക്ട് ചെയ്യുന്നിട്ടാ. പിന്നെ ഞാൻ ഒട്ടിച്ചതിന്റെ മിസ്റ്റേക്ക് ആകുന്നല്ല ഞാൻ വിചാരിച്ച്. പക്ഷെ അല്ലട്ടാ, ഇതിങ്ങനെ തന്നെയാന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ സന്തോഷപുളകിതമായിട്ട് നമ്മളെ ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ പോയിട്ടുണ്ടായത് ഒരു വൈകുന്നേരം. ഈ ഒരു ഇറക്കത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഐസൂന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാന്നുള്ളതാണ്. അപ്പൊ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഐസൂന് ഷെപ്പിക്കാക്കൊക്കെ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ആടത്തേക്ക് തന്നെയാണ് പോക്ക്. അപ്പൊ പോകുന്ന വഴി തന്നെ ഷെപ്പിക്കാക്ക് വിശന്നു. പിന്നെ കോഫി ഹൗസ് കണ്ടപ്പോ അങ്ങനെ കയറി ആടുന്ന ഒരു മസാല ദോശയും ചായയൊക്കെ കുടിച്ചിട്ടാണ് കാര്യം തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് വിശക്കാത്തോണ്ട് ഞാൻ മസാല ദോശ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഞാനൊരു ചായയും കുടിച്ച് നമ്മൾ പിന്നെ നേരെ പോയത് മിക്സ് മാർട്ടിലേക്ക് ആയിരുന്നു. ഇത്ര നല്ല സ്ഥലം കിട്ടിയാലും ഷെപ്പിക്ക നമ്മളെ ലാസ്റ്റ് കൊണ്ട് ഇറക്കലുണ്ടാവല് ഏതെങ്കിലും കുണ്ടിലോ തോട്ടിലോ ആയിരിക്കും. അങ്ങനെ ഇതാ നമ്മള് തോടും കടലൊക്കെ കടന്ന് ഇതാ മിക്സ് മാർട്ട് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കയറിയിട്ട് ബാഗും ചെരുപ്പൊക്കെ നോക്കാന്നാണ് വിചാരിക്കുന്നുള്ളത്. അപ്പൊ ഐസൂന് യൂണിഫോമിലേക്ക് ബ്ലാക്ക് ചെരുപ്പൊക്കെ വേണം കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ നോക്കി. പക്ഷെ രണ്ടും സെറ്റ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഐസൂട്ട് കണ്ടപ്പോ മാലിക്കൂന് പുതിയ അങ്ങനെ മാലിക്കൂന് ഒരു ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോക്സ് ആണോ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ തോന്നിയപ്പോ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വന്ന കാര്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള കടയിലേക്ക് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടല്ലോ ഷെപ്പിക്കും ഐസൂനും മാലിക്കൂനൊക്കെ സ്ഥിരമായി ഡ്രസ്സ് എടുക്കുന്ന ഒരു ഷോപ്പ്. ആ കടയിലേക്ക് പോയിട്ട് ഐസൂനും മാലിക്കൂനൊക്കെ ഉള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരവില് കാര്യമായിട്ടൊന്നും നടന്നില്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ വന്ന കാര്യം ഡ്രസ്സ് എടുക്കലാണല്ലോ, അത് ഭംഗിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ബാഗ് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ ആ വിഷമത്തിൽ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഫുഡ് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഫുഡ് കഴിക്കല് മസ്റ്റാണ്. അങ്ങനെ നമ്മളൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ നല്ല മന്തി കണ്ടിട്ട് എനിക്ക് കയറിയിട്ടുണ്ടായേ. പക്ഷെ മന്തി കഴിഞ്ഞ് അപ്പൊ പിന്നെ നമുക്ക് ഉള്ളത് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എപ്പിക്ക് അൽഫാമും ഞാൻ ഷവായി എന്നിട്ടാ വാങ്ങിയിട്ടുണ്ടായേ. എനിക്ക് സത്യത്തില് ഈ ചക്ക വലിപ്പിലെ പീസ് തീരെ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് കിട്ടിയതല്ലേ ഇവിടുന്ന് കഴിക്കാൻ പറ്റൂ. അങ്ങനെ നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിന്. അങ്ങനെ അതും കഴിച്ച് നമ്മൾ ഇറങ്ങിയപ്പോ അതാ പുറത്ത് കല്ലുമ്മക്കായും കൂടി അങ്ങനെ അതും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷവായി കയറി ഇപ്പൊ നല്ല എനർജി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ബാഗിനുള്ള പരിപാടിയൊക്കെ തപ്പാം. അപ്പൊ നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായ കടയിൽ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതാ ബാഗും ലഞ്ച് കിറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും കിട്ടിയല്ലോ, സന്തോഷായി. അപ്പൊ നമ്മള് ഷോപ്പിംഗ് ഇതോടുകൂടി അവസാനിച്ച്. അപ്പൊ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. കൂടി കണ്ടിട്ട് നമുക്ക് ബൈ ബൈ പറയാ. അപ്പൊ വായോ. അപ്പൊ എന്തെല്ലാം വാങ്ങിനേ ഐസൂന സ്കൂളിലേക്ക്? സ്പൈഡർമാനും മാഷിലെന്താ അല്ല കാണിച്ചതല്ലേ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഐസൂര ബാഗ്. ഈ ഒരു ബാഗിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 കടയിലൊക്കെ കയറിയത് പറഞ്ഞത്. അതിന് മാത്രം ഉള്ളത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവണം. അങ്ങനെയല്ലേ. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കുറച്ച് ജാസ്തി ആയതുകൊണ്ടാ ഞാൻ ഓൺ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും സംഭവം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
ഇപ്പൊ ഇത്രയും കയറി ഇറങ്ങി വാങ്ങിയില്ല കാര്യം ഉണ്ടെന്ന് കേട്ടോ നമുക്ക് തോന്നിയ കാര്യം നമുക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട്. നശിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായി. കുറച്ച് വലുതാണ് ഐസോന്. LKG സ്റ്റുഡൻസിന് ഇത്രയും വലിയ ബാഗ് വേണമെന്ന് വെച്ചാൽ നമുക്ക് LKG UKG ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഉദ്ദേശം. ഐസോന് എന്തെല്ലാം സാധനം വാങ്ങിച്ചെന്നേ സ്കൂൾ തുറക്കാനായിട്ട്? ബുക്ക്, പേന, കളറ്, അത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മൾ ബുക്സ് വാങ്ങിച്ചിട്ടാണ്. ഐസു ഇതെല്ലാം പുസ്തകളാ? ഇതാണ് പുസ്തകങ്ങൾ. ഇതേപോലെ 4 നോട്ടും പിന്നെ ഇതെന്താ സത്യം കണ്ട ഇതൊന്നും ഞാൻ അധികം നോക്കിച്ചത്. പിന്നെ ഇതാ ഇതേപോലെ ബുക്ക്, ഒരു ബുക്ക് മലയാളം ബുക്കും പിന്നെ ഇതേപോലെ ഒരു ആർട്ട് ബുക്ക്, കളറൊക്കെ ചെയ്യുന്ന ആർട്ട് ബുക്ക്. ടേം 1, ടേം 2, ടേം 3 നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മളെ കയ്യിലുണ്ടായതാട്ടാ ഐസോര പെൻസിൽ ബോക്സ്. പക്ഷെ സ്കൂളിലേക്ക് ഇവർക്ക് ബോക്സോ പൗച്ചോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്തൊരു പൗച്ച് ഉള്ളത് സംഭവം ബാഗിന് കിട്ടിയതാന്ന് കേട്ടാ. അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചോന്നല്ല. ബോക്സ് കയ്യിൽ വന്ന നാള് തൊട്ട് ഐസു ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിന് താത്താന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിന് കേട്ടോ. പക്ഷെ നമ്മൾ അന്ന് കൊടുത്തില്ല, സ്കൂളിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. പക്ഷെ ഇത് സ്കൂളിലേക്ക് എടുക്കാൻ പറ്റൂല. സ്കൂളിലേക്ക് ഇവർക്ക് സ്കൂൾ തുറക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ 5 പെൻസില് കുറച്ച് ഇറേസർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിന്. അത് തന്നെയാണ് സ്കൂൾ എൻഡ് ചെയ്യുന്നവരെ ഇവർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഇയർ നമുക്ക് നോക്കിയിട്ട് എടുക്കാനായിരിക്കും. സംഭവം ഐസു പറയുന്നത് ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ഡോംസിന്റെ കളർ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞ് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ അന്ന് സ്കൂളിൽ നിന്ന് ഇവർക്ക് ആദ്യം വേണ്ടി ഈ ഒരു കളറിനെ ഗിഫ്റ്റ് കിട്ടി. അത് പറഞ്ഞതായിരുന്നു. ഇനിയുള്ളതൊരു മെയിൻ ആയിട്ടാണ് കേട്ടോ സംഭവം. ഞാൻ ഈ ക്രാഫ്റ്റ് തുടങ്ങിയിട്ട് ഈ 5 കൊല്ലത്തിന്റെ ഇടയിൽ ഒരുപാട് കുട്ടികൾക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിന്. അപ്പൊ ഫസ്റ്റ് ടൈം അതെന്റെ ഐസോന് വേണ്ടിയിട്ട് ഒരു നെയിം സ്ലിപ്പ് ഞാൻ ഉണ്ടാക്കി. അത് ഞാൻ ഐസോന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഉണ്ടാക്കി കൊടുത്തിട്ട്. ഇതിൽ ഞാൻ നെയിം സ്ലിപ്പ് മാത്രമല്ല കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഐസോന് നെയിം സ്ലിപ്പിന്റെ എണ്ണം കുറച്ചിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കയറ്റി. കാര്യം ഇവരെ ടിഫിനിലും അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. കാര്യം ഇവർക്കും ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് വല്ല പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ടീച്ചേഴ്സിനായാലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. പിന്നെ ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു സ്റ്റിക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെന്താ ഐസോ? ഇതെന്താ സാധനം? ടിഫിൻ ബോക്സും ബുക്കിനകത്താ? ഐസമിന് ഒന്നും അറിയില്ല. തുറക്കാല്ലേ? ഇതാ ഐസോന്റെ വാട്ടർ ബോട്ടിൽ. ഇതിനകത്ത് ഐസോ എത്ര വെള്ളം കുടിക്കും? കുറെ വെള്ളം കുടിക്കും. കുറച്ചല്ല കുറെ ഇതിനകത്തുമ്പോ കുറെ വെള്ളേക്കും കുറെ വെള്ളം കുടിക്കണം. ഐസോന്റെ ലഞ്ച് ബോക്സ്. ഐസോന്റെ ഏറ്റവും വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം ഈ ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഐസോന്റെ ഫുഡ് കഴിക്കാൻ ഇഷ്ടാ? ഊരി കാണിച്ചു കൊടുക്കണം. വേണ്ട, ഊരി കാണിക്കണ്ട, നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓനിക്ക് ഊരി കാണിക്കാനാ ഇഷ്ടം. ഇത് ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ തന്നെയാ വരുന്നത്. ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് മീഷോന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സ്പൂണും വരുന്നുണ്ട്, പിന്നെ 2 ചോപ്പ് സ്റ്റിക്കും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല, നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഈ ഒരു ലഞ്ച് ബോക്സിന് 300 400 കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് ഞാൻ റേറ്റ് കൊടുത്തിട്ടുണ്ടായത്. ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഈ വാട്ടർ ബോട്ടിലും ഇതിലും ഈ വാട്ടർ ബോട്ടിലിന്റെ ഇവിടെ ആയിട്ടില്ലേ ഐസൊരു പേര് എഴുതിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു കടയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്തരാന്ന് പറഞ്ഞു. പക്ഷെ പോകാൻ വേണ്ടി പറ്റില്ല. ഇൻഷാല്ലാ ഒന്ന് പോവാണെങ്കിൽ ചെയ്യിക്കണം. 2 ബുക്കുകൾ മാത്രം ശ്രദ്ധിക്കണം. ബുക്കുകൾ ഐസൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രം എനിക്ക് വാങ്ങിയിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാത്രമായിരുന്നു. പക്ഷെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാനിതെടുത്ത്. ഇത് ഒരു സ്നാക്സിന്റെ ഇടാൻ പറ്റിയൊരു പാത്രം. നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. എനിക്ക് സ്റ്റിക്കറിൽ ആരോ കൈവശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഐസം ലാമിഷിന്റെ സ്റ്റിക്കർ നമുക്ക് ഈ ഒരു ഇതിലൊട്ടിക്കാം. നല്ല റൗണ്ട് സ്റ്റിക്കർ ആണെങ്കിൽ നല്ല ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഒരു സ്റ്റിക്കർ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ബോക്സ് ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്താ സ്റ്റിക്കറൊക്കെ പറിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ
നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് ഇന്നവേഴ്സ് ഇട്ട് കൊടുക്കൽ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തായാലും വിട്ടു കൊടുക്കണം. അപ്പം ഞാനിതാ മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ ബനിയൻ, പിന്നെ കുറച്ച് ഷോർട്സ്, പിന്നെ കുറച്ച് കർച്ചീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പുറത്ത് കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായതാണ്. സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സപ്പൽ യൂണിഫോമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം ബാറ്ററി ഒരു സാധനമായിരുന്നു. അതിന് വേണ്ടി നമ്മൾ 3-4 ഷോപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പക്ഷെ കിട്ടിയില്ല. അവസാനം കിട്ടിയത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സൗണ്ട് നിങ്ങളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആക്കുന്നുണ്ടെന്ന് അറിയാം. നിങ്ങളൊന്ന് ക്ഷമിക്കുക. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സൗണ്ട് എനിക്ക് കുറേ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യേണ്ട വന്നത്. അപ്പം കുഴപ്പമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇത്രയും ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയൊരു ഇത് വ്ളോഗൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യട്ടാ. അപ്പോൾ ഓക്കേടാ.